രണ്ട് റീസൺസ് ഞാൻ ഈ സിനിമ ഒന്ന് കാണാൻ കാരണം നമിത പ്രമോദ് ഇച്ചിരി നാൾ കഴിഞ്ഞിട്ട് വരുന്ന ഷീസ് എ വെരി ഗുഡ് ആക്ടർ. ഐ ടു കീൻലി ഫോളോ ഹർ വർക്ക്. ട്രെയിൻ ഡാൻസർ കൂടെ ആയതുകൊണ്ട് നല്ല എക്സ്പീരിയൻസസ് ആണ്. എന്താണ് ഇത്രയും ബ്രേക്ക് എടുക്കുന്നതെന്ന് കാരണം ഐ തിങ്ക് ഷീ ഷുഡ് ആക്ട് മോർ. സെക്കൻഡ്ലി ഡെഫിനറ്റ്ലി ഡയറക്ടർ ബോബൻ സാമുവൽ, എനിക്കുള്ള അദ്ദേഹത്തിൻ്റെ റോമൻസ് ആയിരുന്നാലും ഷാജാനും പരിക്കുട്ടിയൊക്കെ ഭയങ്കര കോമഡി, ഫുൾ ടോട്ടൽ കോമഡി. പക്ഷേ ഈ സിനിമ ഒരു സീരിയസ് ടോപ്പിക്കിനെ വളരെ ലൈറ്റ് ഹാർട്ടഡ് കോമഡിയിൽ കൂടെ മിക്സ് ചെയ്തിട്ട് പോകുന്നൊരു സിനിമയാണ്. ഒരു ഫീമെയിൽ ഷോവനിസത്തിനെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന മൂവി. ഇതിനകത്ത് ശാന്തി കൃഷ്ണയുടെ റോൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഒരു നമുക്ക് തന്നെ ഡിസ്ലൈക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു. എനിക്ക് ശാന്തി കൃഷ്ണ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഇത്രയും ഒരു എക്സ്ട്രീം ഒരു ഫീമെയിൽ ഷോവനിസം കാണിക്കുമ്പോൾ പോലും ഇത്രയും ഒരു എക്സ്ട്രീം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ക്യാരക്ടർ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അങ്ങനെ ഒരു ഇത്രയും എനിക്കൊന്നും അവരുടെ കരിയറിൽ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നി ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും സോബിൻ്റെ ക്യാരക്ടറായിരുന്നു, നമിതയുടെ ക്യാരക്ടറൊക്കെ കണ്ടുമുട്ടുന്നു, ഇഷ്ടപ്പെടുന്നു, കല്യാണം കഴിക്കുന്നു. ഇന്റർവെല്ലിന് തൊട്ട് മുമ്പ് ഒരു ക്രൈസിസ് പറ്റുന്നു, സോബിൻ്റെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് പറ്റുന്നു. അപ്പോൾ ആ ക്രൈസിസിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് നമിത അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അതിൻ്റെ ബേസിസിൽ കൂടുതൽ എങ്ങനെ ഒരു ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റീവായ, ഞാൻ പറഞ്ഞത് ഒരു ഓവർ പ്രൊട്ടക്റ്റീവ് ഒരു ഷാവനിസ്റ്റായ ഒരു അമ്മ. ശാന്തി കൃഷ്ണ ഈസ് പ്ലേയിങ് നമിത പ്രമോദ് മദേഴ്സ്. അപ്പം അമ്മ എങ്ങനെ ആ ഒരു സിറ്റുവേഷനെ അഡ്വാൻറ്റേജ് എടുത്തിട്ട് ഇവർ തമ്മിൽ ഒരു റിസ്ക് ഉണ്ടാക്കാൻ നോക്കുന്നു. ആൻഡ് അതിൻ്റെ ബേസിസിൽ പോകുന്ന ഒരു കാര്യങ്ങൾ അവസാനം എനിക്ക് തോന്നുന്നു ഇച്ചിരി ഓവർ ഡ്രാമാറ്റിക് ആക്കി പോയെന്ന് തോന്നുന്നു. അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ മേ ബി ആ സിനിമ എൻ്റെ ചെയ്യാൻ വേറൊരു ബെറ്റർ വേ ഇല്ല. ലൈറ്റ് ഹാർട്ടഡ് കോമഡി, ഇടയ്ക്കിടയ്ക്ക് വെച്ചൊക്കെ നമുക്ക് സ്പേർട്സ് ഓഫ് ചിരി വരും. ഒരു ഓവറോൾ നല്ല സിനിമ. ധ്യാനം ഉണ്ടായിരുന്നു, അവരുടെ ഫാമിലി, ധ്യാൻ ശ്രീനിവാസൻ ഫാമിലി അഡ്വക്കേറ്റ് ഒക്കെ ക്വൈറ്റ് ഗുഡ്. നല്ല എനിക്ക് ഇനീഷ്യലി ഞാൻ പോസ്റ്റേഴ്സ് കണ്ടപ്പോൾ എനിക്ക് സോബിൻ ആൻഡ് നമിതയുടെ ഒരു ഇതെനിക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സിനിമ കണ്ടപ്പോൾ ഇറ്റ് മേഡ് സെൻസ്. സോ ഒരു ഓവറോൾ എൻ്റെ അടുത്ത് ചോദിക്കാൻ ഇറ്റ്സ് എ ഗുഡ് വാച്ച്. പക്ഷേ എത്രത്തോളം ആൾക്കാർ തിയേറ്ററിലേക്ക് വന്ന് ഈ സിനിമ കാണാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ കുറവായിരിക്കും. എനിക്കൊന്ന് OTT ഐ തിങ്ക് ദിസ് വിൽ ഗെറ്റ് മോർ എന്താ പറയുക ആക്ഷൻ, ഓഡിയൻസ് കൂടുതലും കാണാൻ സാധ്യതയുണ്ട്. തിയേറ്ററിൽ വരാൻ സാധ്യത കുറവാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം പേഴ്സണലി ഐ ലൈക്ക് ഇറ്റ്. നല്ലൊരു മൂവിയാണ്. ഒരു ഫാമിലി, ഡെഫിനറ്റ്ലി ഒരു ഫാമിലി വാച്ച്. ബോബൻ സാമുവലിൻ്റെ സിനിമ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ കോമഡി ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞ പോലെ ഒരു സീരിയസ് ടോപ്പിക്കിന് അങ്ങനെ വെറുതെ ജസ്റ്റ് ചുമ്മാ ഒരു സ്ലാപ്സ്റ്റിക് കോമഡി പറയാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞത് പോകാതെ അതിന് ഒരു ലൈറ്റ് ഹാർട്ടഡ് കോമഡി രീതിയിൽ ഒരു സീരിയസ് ടോപ്പിക്ക് പറഞ്ഞു.